വെൽക്കം ബാക്ക്. കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ലോങ് വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും, അത് ആദ്യമേ ഞാൻ പറയാം കേട്ടോ. ഷോർട്സ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ലോങ് വീഡിയോ ഇത് ആദ്യമായിട്ടാണ്. നിങ്ങൾ പാർക്ക് കാണാം, പാർക്ക് ആനിമൽസ്. കഥ അറിയാവോ? ചെയ്യാൻ കടുവയും കൂടെ കടുവ നടക്കാൻ പോവാ. നടന്ന് പോകുമ്പോ ഉണ്ടല്ലോ അവിടെ എന്നാ ഉള്ളേ, ഒരു അരടിക്കുട്ടൻ. അരടിക്കുട്ടനെ കണ്ടിട്ടുണ്ടോ? ഒന്നും മനസ്സിലായില്ലല്ലോ ഞങ്ങൾ അങ്ങോട്ടാ പോകുന്നതെന്ന്. ഓക്കെ, ഞങ്ങൾ ഖത്തറിലുള്ള അൽക്കോർ പാർക്കിലേക്കാണ് പോകുന്നത്. ഇപ്പം നിങ്ങളീ കാണുന്നത് അൽക്കോർ പാർക്കല്ല, ഇതിവിടുത്തെ പാണ്ട ഹൗസ് ആണ്. അതുപോലെ ഞാൻ പിന്നെ ഒരു പ്രാവശ്യം പോകുന്നതായിരിക്കും കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ അൽക്കോർ പാർക്കിൽ ഒരു വീക്കെൻഡായിരുന്നു ഞങ്ങൾ പോയത്. നമുക്ക് ഓൺലൈനായിട്ടാണ് ഇത് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. ഞങ്ങൾ പക്ഷേ അവിടെ പോയിട്ടാട്ടോ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും കയറി, 10-10:30 ആയപ്പോൾ കയറി. ഇതാണ് കയറി ചെല്ലുമ്പോഴുള്ള ഒരു വ്യൂ. പിന്നെ ഇവിടുന്ന് പല ഡയറക്ഷനിലേക്ക് സ്പ്രെഡ് ഔട്ട് ആവും. അപ്പോൾ അങ്ങനെയാണ് ഓരോരോ യൂണിറ്റ്സ് ആയിട്ടാണ് ആനിമൽസിനെല്ലാം സോർട്ട് ചെയ്തേക്കുന്നത്. സോ നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നമുക്കിഷ്ടമുള്ള രീതിയിൽ ഇത് എക്സ്പ്ലോർ ചെയ്യാം. കയറി ചെല്ലുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഐ തിങ്ക് ഒരു കിഡ്സ് ഏരിയ ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലെ ഒരു സൂവിൻ്റെ കൺസെപ്റ്റിലല്ല, ഇത് കുറച്ചുകൂടി ഒരു പിക്നിക്ക് അങ്ങനെയൊക്കെ. അപ്പോൾ കിഡ്സ് ഏരിയയിൽ വന്നിട്ട് പേരൻസ് എല്ലാം അവിടെ സൈഡിലിരുന്ന് കുട്ടികൾ കളിക്കും. അങ്ങനത്തെ ഒരു സെറ്റ് ഓഫ് ഗ്രൂപ്പും ഉണ്ട് ഇവിടെ വരുന്നത്. സോ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ഓൾറെഡി ലേറ്റ് ആയിട്ടാണ് പോയെന്ന്. പക്ഷേ വി വെയർ ഏർലി. അത് നിങ്ങൾക്ക് ഗ്രാജുവലി മനസ്സിലാവും ആ ഒരു ഡിഫറൻസ് കേട്ടോ. ഇങ്കു ആനിമൽസിനെ കാണാൻ വന്നതാണോ? ഞങ്ങൾ ആദ്യം ബേർഡ്സിൻ്റെ എല്ലാം സൈഡിലേക്കാട്ടോ പോയത്. അവിടുന്ന് ഗ്രാജുവലി ബാക്കിയുള്ള സൈഡിലേക്ക് പോയി. ഞാൻ എല്ലാം എന്തൊക്കെയാണെന്ന് പറയുന്നില്ല, അത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്തോളൂ. ഇത് കുറച്ചുകൂടി ആനിമൽസിനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഞാൻ മാക്സിമം ആനിമൽസിനെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അവിടെ ഉള്ളത്. ഐ ഹോപ്പ് യു വിൽ ഓൾ എൻജോയ് ഇറ്റ്. ഇവിടെ വരുന്നവരോട് സാറിന് പറയാനുള്ള ടിപ്സ് എന്തൊക്കെയാണ്? നിങ്ങളെല്ലാവരും വരുമ്പോൾ വയറ് നിറച്ച് ഫുഡ് കഴിച്ചിട്ട് വരിക. ഇവിടെ വന്ന് കുറേ നടക്കാനുണ്ട്. അല്ല, പക്ഷേ സ്നാക്സ് ഉണ്ടെന്നാൽ വീട്ടിൽ നിന്ന് കഴിക്കാം. പിന്നെ ഞങ്ങൾക്ക് പറ്റിയത് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വരണം. അല്ല, ഇവിടെ വന്നിട്ട് ചെയ്താലും മതി, വലിയ ടൈമൊന്നും എടുക്കത്തില്ല, 5 മിനിറ്റ്. നമുക്കിവിടെ QR കോഡ് സ്കാൻ ചെയ്യാൻ പറ്റും ഫ്രണ്ടിൽ. അത് വെച്ചിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. അഡൾട്ടിന് 15 റിയാൽ അല്ലേ? 15 റിയാൽ. വേറെന്താ, വെള്ളത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് റീഫിൽ കൗണ്ടേഴ്സ് ഉണ്ട്, കുഴപ്പമില്ല. ഒരു മാൻ എന്നെ നോക്കി നിൽപ്പുണ്ട്. പക്ഷേ ഞാൻ കാണിക്കാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സാധനം നമ്മുടെ അവിടെ ഉള്ളതല്ലേ? ഇവിടെ പോവുകയോ? അതെ, നമ്മുടെ നാട്ടിലെ സാധനമല്ലേ ഇത്? അത് കിട്ടി, ഇത് തോന്നി. ടോണി അതങ്ങി രണ്ട് കൂട്ടിലടച്ച മൃഗങ്ങളും ഒറിക്സിനെ നോക്കിയിട്ട് ഒറിക്സിനെ കാണില്ല. പുലിയൊക്കെ എവിടെ? നടന്നു പോകണ എനിക്കും അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ട് വരുന്ന കേട്ടോ. സിംഹം എവിടെ?
നമ്മുടെ നാട്ടിൽ നിന്ന് 2 ആനേനെ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. നേപ്പാളിൽ നിന്നാണോ? എന്നാ ഇറക്കി? ഒരാഴ്ച. അപ്പൊ നമ്മൾ ഇനി കാണാൻ പോകുന്ന ആ ആനയാട്ടോ. ഇതാണ് ഒരാഴ്ച മുമ്പ് നമ്മുടെ നേപ്പാളിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ആന. ഇതിന് മുടിയൊക്കെ ഉണ്ടല്ലോ. നമ്മൾ കാണാൻ പോകുന്നത് പട്ടാഭിഷേകത്തില് ജയറാമിന്റെ ആന. അത്ര വലുതല്ലോ, കുഞ്ഞല്ലേടാ? അതിനകത്ത് കുഞ്ഞാനയല്ലോ. അപ്പൊ ഇവിടെ ഈ ആനനെ ഒരാഴ്ചയായിട്ടുള്ള ഇവിടെ ഇറക്കിയിട്ട് കണ്ട 2 ആനാസ്. നേപ്പാളിൽ നിന്നല്ലേ? നേപ്പാളിൽ നിന്ന്. ഇവിടെ ഇങ്ങനെ ഒരു കുഴി പോലെ ഉണ്ട്. എനിക്കൊന്നും ചാടിപ്പോവാണ്ടിരിക്കണം തോന്നുന്നു. ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ എൻ്റെ കുട്ടി ആനയെ കാണാൻ തുടങ്ങിപ്പോയി. ആനയെ കാണിക്കാനാണ് മെയിൻ കൊണ്ടുവന്നത്. ആനയ്ക്ക് എവിടെ പോയാലും നല്ല ഫാൻസ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ആക്ച്വലി ഇത് നല്ല ക്ലീനാണ്. അതുകൊണ്ട് ആൾക്കാർ ഒരു പിക്നിക് സ്പോട്ട് പോലെ കുറേ ഇടത്തുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് വന്ന് കുട്ടികളെ കളിക്കാനൊക്കെ വിട്ടിട്ട് ഇങ്ങനെ പിക്നിക് സ്പോട്ട് പോലെ എല്ലാവരും സെറ്റ് ചെയ്തിരിക്കും. കണ്ട ഇത് 3D പോലെ. 3D ആണോ 2D ആണോ? ആമേ തിപ്പി സിംഹത്തെ കണ്ടോ? കണ്ടു. പെൺസിംഹമാണോ ആൺസിംഹമാണോ അടിപൊളി? ഈ വിരിഞ്ഞിരിക്കുന്ന എന്തുവാ? ആണാണെന്ന് തോന്നുന്നു. അതിനെ ഇനി നമ്മൾ സ്നാക്സ് കഴിക്കാം. അവിടെ ഒരു കടയുണ്ട്, സ്റ്റോർ. നമ്മളെ പാടിപ്പിച്ച് ഫുൾ കുരങ്ങന്മാരുടെ കേജാട്ടോ. പല ടൈപ്പ് ഓഫ് കുരങ്ങുകൾ. കുരങ്ങിൻ്റെ ഇടയ്ക്ക് പോക്കനെ വളർത്തുന്നുണ്ട്. ഓ മണക്കുന്നു. ഇവിടെ ഒരു സ്നാക്ക് കൗണ്ടർ ഉണ്ട്. വളരെ ലിമിറ്റഡ് ഐറ്റംസേ ഉള്ളൂ, പക്ഷേ നല്ലതായിരുന്നു. ഞങ്ങൾ ട്രൈ ചെയ്തതെല്ലാം നല്ല ഐറ്റംസ് ആയിരുന്നു. ഇവിടെ വരുമ്പോൾ കുറച്ച് സ്നാക്സൊക്കെ ആയിട്ടാണ് എല്ലാവരും വരാറ്. ചിലരൊക്കെ രാവിലെ വന്നിട്ട് ഈവനിങ് ലാസ്റ്റ് ക്ലോസിങ് ടൈമിൽ ഇറങ്ങുന്നവരാണ്. സോ ഇനി നിങ്ങൾ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്യാവശ്യം സാധനങ്ങളായിട്ട് വരാം കേട്ടോ. ഇത് നമ്മുടെ ചെറുപ്പത്തിൽ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തത്. നല്ല രസമുണ്ട്. ഇപ്പോൾ നാട്ടിൽ എനിക്കിത് കിട്ടുമെന്ന് അറിയില്ല,
പക്ഷേ നാട്ടിലെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോവാം. ഒന്ന് ജസ്റ്റ് ഫ്രഷായി. ഇനിയുണ്ട് കാണാൻ കേട്ടോ, ഇനിയും കുറേ ഉണ്ട്. ഒരു ഫുൾ ഡേ ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് ടൈമുണ്ട്. അയ്യോ ഓക്കെ. അപ്പോൾ ടോണി പറഞ്ഞു ഇവിടെ നല്ലൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ഫുഡ് കഴിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഓൾറെഡി 2:30 ആയി. അപ്പോൾ ലഞ്ച് കഴിക്കുന്ന സ്പോട്ടിലോട്ട് ഇനി പോകണേ. ഇവിടെ എല്ലാവരും ഒന്ന് റെസ്റ്റ് എടുത്തു, ഒന്ന് ഫ്രഷായി പോവാം. ഇത് കൂടുതൽ സൂവിനെക്കാട്ടിലും ആൾക്കാർ ഇത് ഒരുമാതിരി പിക്നിക് സ്പോട്ട് പോലെ ഞാൻ മുമ്പ് കാണിച്ചു തന്നില്ല. അതുപോലെ കുറേ സ്ഥലത്ത് ആൾക്കാരിങ്ങനെ മാറ്റൊക്കെ വിരിച്ച് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാനുള്ള ഉണ്ട്. അമ്മാങ്കു കാണണം ചിരിച്ച്. നീ ഉറങ്ങി കിടക്കുമായിരുന്നു ആനെ കണ്ടപ്പോൾ. അമ്മാങ്കു കാണണം. എങ്ങനെ ഉണ്ടായിരുന്നു സൂ? സൂല് കണ്ടോ? ആനിമൽസിനെ കണ്ടോ? ഏതിനെ കണ്ടേ? ലയനെ കണ്ടോ? ആനെ കണ്ടു? അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ലഞ്ച് കഴിക്കാൻ പോകുന്നവരും പറഞ്ഞു. ഷോപ്പിന്റെ പേരേതാ? ഷോപ്പല്ല, റെസ്റ്റോറൻറ്റിന്റെ പേരേതാ? അറിയത്തില്ല. അതെ, അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം ഏതാ റെസ്റ്റോറൻറ്റ്. ഞങ്ങള് ഷോപ്പിന്റെ പേര് അറിയത്തില്ല. നല്ല മന്തി കിട്ടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാം. ഇപ്പോൾ ടൈം 2:40. ഫ്രൈഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാവരും പള്ളിയിലൊക്കെ പോയിട്ട് ഈ ടൈം ആയപ്പോഴത്തേക്കും ഭയങ്കര ക്രൗഡായി. സോ നിങ്ങൾ വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ വരുന്നതായിരിക്കും നല്ലത്. കാരണം ഞങ്ങൾ വന്നപ്പോൾ ഓൺലൈൻ രജിസ്റ്റർ ചെയ്യാനുള്ള എല്ലാത്തിനുള്ള പെട്ടെന്ന് നടന്നു. ഇവിടെ പുറത്ത് ആൾക്കാർ ഇരിപ്പുണ്ട്. ഇത് മെക്കാനിക്ക്, ഇത് നമ്മുടെ മോഹൻലാൽ സിനിമയിൽ ചെയ്യുന്നത്. ഞങ്ങൾ എൻട്രി ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട് വ്യൂ കാണിച്ചില്ലേ? ഇത് കണ്ടോ? ഇപ്പോഴത്തെ ക്രൗഡാണിത്. നല്ല ലോങ് ക്യൂ ആയിരുന്നു. ടിക്കറ്റ്സ് ബുക്ക് ചെയ്തിട്ട് വന്നവരെല്ലാം നല്ല ക്യൂവിലായിരുന്നു. കുറേ പേര് എന്താ ചെയ്തതെന്ന് വെച്ചാൽ വെയിറ്റിംഗ് കാരണം കുറേ പേര് ഉച്ചയായല്ലോ ഓൾറെഡി, പുറത്ത് മാറ്റൊക്കെ വിരിച്ച് അവർ ലഞ്ച് കഴിക്കാൻ തുടങ്ങി. എന്നിട്ട് ലഞ്ച് കഴിഞ്ഞിട്ട് കയറാനുള്ള ഇതിൽ ഞങ്ങൾ ഇറങ്ങാറായപ്പം ലഞ്ച് ടൈമിൻ്റെ ആണെന്ന് തോന്നുന്നു. അകത്തും ആൾക്കാർ നല്ല ക്രൗഡായിരുന്നു, പുറത്തും. പിന്നെ അത്യാവശ്യം നല്ല പാർക്കിംഗ് ഉണ്ട് കേട്ടോ. നന്നായിട്ട് നല്ലൊരു സ്ട്രെങ്ത്തിനെ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നല്ല പാർക്കിംഗ് ഉണ്ട്. ബെറ്റർ കുറച്ച് നേരത്തെ പോകുന്നതായിരിക്കും. തിരക്കാണ്, നല്ല തിരക്കായിട്ടുണ്ട്. അവിടെ ഒരു എൻട്രൻസ് ഉണ്ട്, ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട്, അവിടെയും ഇവിടെയും എൻട്രൻസ് ഉണ്ട്. ഹാർഡ്ലി 10 minutes നമ്മൾ ഫുഡ് സ്പോട്ടിലെത്തി. ലൊക്കേഷൻ അറബ് അൽ മന്തി കേട്ടോ. ഇവിടെ വേറെയും സ്പോട്ട്സ് ഉണ്ട്. നിങ്ങൾ വന്ന കുറേ ഓപ്ഷൻസ് ഉണ്ട്. അൽക്കോർ ലൈക്ക് നല്ല ഫുഡ് പ്ലേസസ് ഉണ്ട്. നമ്മളൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. ഇത് നല്ലതായിരുന്നു. ഇവിടെ ആക്ച്വലി ഡൈനിങ് പോലെയുണ്ട്, ടേബിൾസ് പോലെയുണ്ട്, മജ്ലിസ് നിലത്തിരുന്ന് കഴിക്കുന്ന ടൈപ്പും ഉണ്ട്. പിന്നെ എല്ലാവരും ടയേർഡായിരുന്നുകൊണ്ട് നമ്മൾ ടേബിൾ ഡൈനിങ് ആണ്. ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ക്യാബിൻസ് പോലെ സെറ്റ് ചെയ്തേക്കുക. എന്നിട്ട് അതിനുള്ളിലാണ് ഓരോ ഗ്രൂപ്പിനും ഡൈനിങ് ഉള്ളത്. ഞാൻ നോക്കിയപ്പോൾ എല്ലാ റൂമിലും ഏകദേശം ഒരു 7, 8, 9 ആ കൗണ്ട് ഉള്ളൊരു ഗ്രൂപ്പിന് അവർക്ക് ഡൈൻ ചെയ്യാൻ പറ്റുന്നൊരിതാണ്. ഒരു പഴയ ടൈപ്പ് ഓഫ് ബിൽഡിങ്സിൻ്റെ തീമിലാണ് സെറ്റ് ചെയ്തിരുന്നത് കേട്ടോ. സുധുവിനെ എവിടെ ഇട്ടെ? സുധാകരൻ നല്ല ഉറക്കമാണ്. നമ്മൾ വന്നിരിക്കുന്നത് അറബ് അൽ മന്തി.
ഇവിടെ ഇവർക്ക് അയൻകാലിൽ ബ്രാഞ്ച് ഉണ്ട്, പക്ഷെ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അയൽക്കോറിലാണ്. അയൻകാലി ഇതാണ് നമ്മുടെ ഒരു കാണത്തില്ല. വെൽക്കം ഡ്രിങ്ക് ഇത് എന്താ കേട്ടോ, മട്ടൻ്റെ ആണ്, മട്ടൺ വെൽക്കം ഡ്രിങ്ക്. സൂവിൻ്റെ റിവ്യൂ കഴിഞ്ഞ് അല്ലറ മന്തി, അറബൽ മന്തി വെൽക്കം ഡ്രിങ്ക് ആയിട്ട് സൂപ്പ് വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ടോണി കഴിഞ്ഞ ദിവസം ഇവിടെ വന്നായിരുന്നു ഫ്രണ്ട്സുമായിട്ട്, ജസ്റ്റ് കുടിക്കുന്നുണ്ടല്ലോ. കുഴപ്പമില്ല, അത് നല്ലതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട് ചാച്ചാ സൂപ്പ്? എങ്ങനെയുണ്ട്? നമ്മളപ്പോൾ മന്തി ഓർഡർ ചെയ്തപ്പോൾ 3 ടൈപ്പ് ഓഫ് റൈസും ഐ തിങ്ക് 4 ടൈപ്സ് ഓഫ് അൽഫാം ഇത് മന്തിയുടെ സാധനമാണ് ഓർഡർ ചെയ്തത്. 4 ടൈപ്പ് ഉണ്ടായിരുന്നു. എനിക്ക് കമ്പാരിറ്റീവ്ലി എനിക്ക് ഇഷ്ടപ്പെട്ടത് പെരി പെരിയുടെ ആയിരുന്നു. 3 ടൈപ്പ് ഓഫ് റൈസ് ഉണ്ട്, മന്തി, ബുഖാറി, പിന്നെ കബ്സ, അങ്ങനെ 3. ഇതിലേതാതെന്ന് എന്നോട് ചോദിക്കരുത്. ഇത് 3 ഫ്ലേവേഴ്സ് ഉള്ളത്. ഇതൊരു ഫ്ലേവർ, ഇത് 2ാമത്തെ, ഇത് 3ാമത്തെ. എല്ലാവരും നല്ല വിശന്നിരിക്കുമായിരുന്നു, അതുകൊണ്ട് ഫുഡ് കഴിച്ച് പെട്ടെന്ന് വീഡിയോ എടുത്തില്ല അധികം. പിന്നെ കുഞ്ഞെണീക്കുമോ എന്നുള്ളൊരിതും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഡെസേർട്ടായിട്ട് കുനാഫ ഓർഡർ ചെയ്തു. പല ടൈപ്സും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ബേസിക് ആയിട്ടുള്ള നോർമൽസാണ് ഓർഡർ ചെയ്തത്. ഇതാണ് താഴത്തെ ഒരു ആംബിയൻസ് കയറി വരുമ്പോൾ. നമ്മൾ ഫാമിലി ആയിട്ടായതുകൊണ്ട് ഞങ്ങൾ മുകളിലാണ് ഇരുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതാണ് സ്പോട്ട്, അറബ് അൽ മന്തി. ഇതാണ് അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.